എന്താണ് ഇനി പി വി അൻവറിന്റെ മുന്നിലുള്ള വഴി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അരുൺ അമർനാഥ് മണ്ഡലത്തിൽ നിന്നും ചേരുകയാണ്. അരുൺ, അതായത് മുന്നണിയുടെ ചെയർമാൻ കൂടിയായ വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രതികരണങ്ങൾ നടത്തുന്നു. അസന്നിഗ്ധമായി ഇപ്പോൾ ആ ബന്ധം, ഒരു ബാന്ധവത്തിന് താൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് പി വി അൻവറിനെ സംബന്ധിച്ചോളം ഇനി അടുത്ത നീക്കം? കരുത്ത് തെളിയിക്കുക എന്ന ഒരു ബാധ്യതയിലേക്ക് എത്തുമ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്ന തന്ത്രപരമായ നീക്കങ്ങൾ എന്താണ്? ഒറ്റയ്ക്ക് ഇനി ഒരു മത്സരത്തിലേക്ക് പോകുമോ, അതല്ല മറ്റെന്തെങ്കിലും സഹകരണത്തിനുള്ള കാത്തിരിപ്പോ, മറ്റെന്തെങ്കിലും പിന്നണിയിലുള്ള ചരടുവലിയോ മറ്റോ നടത്താനാണോ തീരുമാനം? പ്രവർത്തകരുടെയൊക്കെ തന്നെ എന്ത് വികാരമാണ് തൃണമൂൽ ഉള്ള അൻവറിനെ അനുകൂലിക്കുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്നത്? അതുകൂടി പ്രജീഷ്, അനിശ്ചിതങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പി വി അൻവർ ഒരു തീരുമാനമെടുക്കുന്നു. അത് യു ഡി എഫിനൊപ്പമില്ല, ഒപ്പം തന്നെ നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്. പി വി അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലി അങ്ങനെ തന്നെയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. ആ ഒരു ദിവസം വരെയും സസ്പെൻസ് അവശേഷിപ്പിക്കുന്നത് തന്നെയായിരിക്കും പി വി അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ളതാണ്. 2 വഴികൾ ഇനിയും നമുക്ക് സാധ്യത പരിഗണിക്കാം. ഒന്ന്, എന്തെങ്കിലും തരത്തിലൊരു അവസാന നിർണയ നീക്കങ്ങൾ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ അൻവർ ഇനിയും സ്വാഗതം ചെയ്യുന്നു എന്നുൾപ്പെടെയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അൻവർ നിലപാട് തിരുത്തി കഴിഞ്ഞാൽ സ്വാഗതം ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഘട്ടം. പക്ഷേ അൻവർ അവിടെ ഇനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സാധ്യത പകുതിയും അടഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തേത്, അൻവർ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞതിലാണ്. അത് ചിലപ്പോൾ അൻവർ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പ്രതീക്ഷ ചോദിച്ച ചോദ്യം. പ്രവർത്തകർക്കുൾപ്പെടെ ഉള്ളിലൊരു വികാരം പി വി അൻവർ അവിടെ മത്സരിക്കണം എന്നുള്ളതാണ്. അത് മത്സരിച്ചാലുള്ള ഫലം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ആത്മഹത്യാപരമായിരിക്കാം എന്നുള്ള ഒരു ഉത്തരമുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പി വി അൻവർ മത്സരിക്കണം എന്നുള്ളതാണ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉള്ളിൽ നിന്നുള്ള ഒരു വികാരം. ഒപ്പം തന്നെ ദേശീയ നേതൃത്വവും അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മത്സരിക്കുകയാണെങ്കിൽ പൂർണ്ണമായ പിന്തുണ നൽകാം, സാമ്പത്തികമായ ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും നൽകാം. ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടതുൾപ്പെടെയുള്ള എല്ലാ വിന്യാസവും എല്ലാ സഹായവും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഡെറിക് ഒബ്രയൻ ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് അൻവറുമായി സംസാരിച്ചിരുന്നതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും അൻവറിൻ്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 2 ദിവസം കൂടി ആ രാഷ്ട്രീയപരമായ ക്ലൈമാക്സ് അവിടെ അവശേഷിക്കുകയാണ്. പി വി അൻവർ കൂടി വന്നാൽ മണ്ഡലത്തിൻ്റെ വീറും വാശിയും എത്രത്തോളം ആയിരിക്കുമെന്ന് പ്രവചിക്കാവുന്നതേ ഉള്ളൂ. ആര്യാടൻ ഷൗക്കത്ത്, എം സ്വരാജ്, പി വി അൻവർ എന്നൊരു ചിത്രമൊക്കെ വരുമ്പോൾ നിലമ്പൂരിൻ്റെ ഏറ്റവും എക്കാലത്തെയും ഈ സമീപകാലത്തെ ഏറ്റവും മികച്ച അത്തരത്തിൽ വീറും വാശിയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ചിത്രങ്ങൾ തെളിയാനുള്ള അവസരമുണ്ട്. നിലവിൽ അൻവർ എടുത്തിരിക്കുന്ന നിലപാടെന്നാണ്. അപ്പോൾ അതിന് മാറി ചിന്തിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിലവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അൻവർ മത്സരിച്ചേക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. അതിനുള്ള തീരുമാനം എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആ ദിനം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഘട്ടത്തിൽ. പ്രജീഷ്, ശരി അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ചോളം അൻവറിന്റെ ഇതുവരെയുള്ള ശൈലി വെച്ചാണെങ്കിൽ പറയുന്ന ഒന്നല്ല പിന്നീട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ മത്സരിക്കില്ല എന്ന് പറയുമ്പോഴും പിന്നീടുള്ള വഴി എന്താണ്? തനിക്ക് മുന്നിൽ അടഞ്ഞങ്ങ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അൻവറിന് പോകാൻ കഴിയുമോ? പ്രവർത്തകരുടെ വികാരം മാനിക്കേണ്ടതല്ലേ? അപ്പോൾ എന്തായിരിക്കാം ഇനി പി വി അൻവറിനെ സംബന്ധിച്ചോളം എടുക്കാൻ പോകുന്ന നിലപാട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അതിവേഗം തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്രതികരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ, തൃണമൂൽ കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, മത്സരിക്കാൻ ഇല്ല എന്ന് പറയുമ്പോഴും മറ്റെന്ത് വഴിയാണ് ഇനി പി വി അൻവറിന്റെ മുന്നിലുള്ളത്, നിങ്ങൾ നേതാക്കൾക്ക് മുന്നിലുള്ളത്? സജി മഞ്ഞക്കടമ്പൻ, അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അപമാനിതനായി. അദ്ദേഹവുമായി ഞാൻ വളരെ പേഴ്സണലായി സംസാരിച്ചു. അദ്ദേഹം 3 മാസം മുമ്പ് യു ഡി എഫിൽ പ്രവേശിക്കാനായി അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അപേക്ഷ കൊടുത്തു. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടെ യു ഡി എഫിന്റെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളെയും അവരുടെ വീടുകളിൽ ചെന്ന് ഈ ആവശ്യം ഉന്നയിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെങ്കിലും പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് ശേഷവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പോലും യു ഡി എഫിന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുമെന്നുണ്ട്. അതുപോലും ആക്കിയില്ല എന്ന് മാത്രമല്ല, പക്ഷേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഒരു കാര്യം ചോദിച്ചോളട്ടെ. കാരണം ഇന്നും എന്താണ് ഈ യു ഡി എഫിന്റെ ചെയർമാനാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനെ പേരെടുത്ത് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ആ ഒരു സംവിധാനത്തിന്റെ ആക്കണമെന്ന് പറയുമ്പോൾ സാമാന്യ യുക്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അബദ്ധഘട്ടം സ്വീകരിച്ചിരിക്കുന്നു പി വി അൻവറിനെ പോലെ ഒരാൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം എന്താണ്, മറ്റൊരു തരത്തിലും മൂർച്ചയേറിയ ഒരു ഭാഷയൊന്നും ഇന്നോ അല്ലെങ്കിൽ അവരുടെ ചെയർമാനെ കുറിച്ച് പറയുമ്പോഴോ യു ഡി എഫിന്റെ ചെയർമാനെ കുറിച്ച് പറയുമ്പോഴോ ആരും തന്നെ ഒരു പ്രതികരണവും നടത്തുന്നില്ല. വീണ്ടും സഹകരിക്കാം, ഇരു കൈയാലെ സ്വീകരിക്കാം നിലപാടാണ്
അപ്പോൾ വഴങ്ങിക്കൊടുക്കേണ്ടത് ആരാണ് അവിടെ? അല്ല, ഇത് എപ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് UDF ഘടകകക്ഷിയാക്കാൻ UDF സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയതിനു ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അസോസിയേറ്റ് കക്ഷിയാക്കിയില്ല എന്ന് മാത്രമല്ല, ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കുകയാണ്, നിങ്ങൾ കൂടി സഹകരിക്കണമെന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിഭവം. അതുകൊണ്ടാണ് അദ്ദേഹം പേരെടുത്ത് വിമർശിച്ചതെങ്കിൽ വിമർശിച്ചത്, അല്ലാതെ വെറുതെ വിമർശിച്ചതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുശേഷം ആ വിമർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് KC വേണുഗോപാലിന് വിശ്വാസമുള്ളൂ, പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസം പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികം. പക്ഷെ അതിനുശേഷം KC വേണുഗോപാലിനെ കാണാനായി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് അദ്ദേഹം കോഴിക്കോട് പോയി 1.5-2 മണിക്കൂർ പ്രിയപ്പെട്ട KC വേണുഗോപാലിനെ കാണാനായി കാത്തിരുന്നിട്ടും അദ്ദേഹത്തെ കാണാൻ പോലും ഉള്ള അവസരം ശരി. സജീവ ഒരു കാര്യം, ദേശീയ നേതൃത്വവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ എന്താണ് പറയാൻ കഴിയുക? പണമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവനയിൽ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് മത്സരിക്കാനുള്ള പണമില്ല. പക്ഷെ ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചോളം, തൃണമൂൽ പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം അതിന്റെ ഭാഗമാണ്, ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഫണ്ടെന്ന് പറയുന്നത് അവർക്കൊക്കെ സമാഹരിക്കാൻ കഴിയുന്നതേ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നൽകാൻ കഴിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഘടകം, ഒരു സമ്മതമോ മറ്റോ നിങ്ങൾക്ക് ലഭിച്ചോ? അങ്ങനെയെങ്കിൽ മത്സരിക്കുമോ? അദ്ദേഹം, ഞാൻ പറഞ്ഞത് വളരെ നിരാശയോടുകൂടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അദ്ദേഹത്തെ പലതരത്തിൽ വരിഞ്ഞു മുറുക്കി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെയും ആഗ്രഹവും ആവശ്യവും അദ്ദേഹം മത്സരിക്കണമെന്നുള്ളത് തന്നെ. അദ്ദേഹം മാറി നിൽക്കാൻ ഞങ്ങളാരും ഉപദേശിക്കില്ല. അത് അദ്ദേഹത്തെ മത്സരിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഏതായാലും പണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ദേശീയ നേതൃത്വം ഇടപെടുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സമാഹരിക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കും. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വൈകാരത്തിന്റെ പുറത്താണ് ഞാൻ കരുതുന്നത്. വൈകാരികമായി അദ്ദേഹം പറഞ്ഞു, അതായത് ഒരു വൈകാരിക പുറത്താണ്. അപ്പോൾ മത്സരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. തീർച്ചയായും മത്സരിക്കണമെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഈ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകും, അല്ലെങ്കിൽ ഒരു വലിയ വിടമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നും രാവിലെ സജിക്ക് അങ്ങനെ ഒരു സമ്മതമുണ്ടോ? നേരത്തെയൊക്കെ പറഞ്ഞു കേട്ട പേരുകളാണ്. എന്നോട് അതുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ അതിനെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിലമ്പൂരിൽ ഞാൻ വന്ന് മത്സരിക്കുന്നത് അതിലർത്ഥമില്ല. പ്രിയപ്പെട്ട നേതാവ് തന്നെ 9 വർഷക്കാലം MLA ആയിരുന്ന പ്രിയപ്പെട്ട നേതാവ് തന്നെ അവിടെ മത്സരിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്നാലും അത്തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഞാനത് അതിനെ സംബന്ധിച്ച് അദ്ദേഹവുമായി ഇനി വീണ്ടും സംസാരിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി അവിടെ നോമിനേഷൻ കൊടുത്തിരിക്കും, മത്സരിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. ശരി. വളരെയധികം നന്ദി ശ്രീ സജീവ് മഞ്ചക്കടവൻ, തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ചത്.